നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുന്ന ഒരു കാര്യം 2 ആർത്തവ വിരാമമെത്തിയ സ്ത്രീകളുടെ കാര്യമാണ്. രണ്ടുപേരും 60-61 വയസ്സ് പ്രായമുള്ളവരാണ്. ഒരാൾ നാട്ടിൻ പുറത്തിലുള്ള സ്ത്രീയും ഒരാൾ നഗരത്തിലുള്ള സ്ത്രീയാണ്. ഇവർ രണ്ടുപേരും കൺസൾട്ടേഷന് വന്നപ്പോൾ ആദ്യത്തെ നാട്ടിൻ പുറത്തുള്ള സ്ത്രീ പറഞ്ഞത് ആർത്തവ വിരാമമായി, ഇപ്പോൾ കുറച്ച് ക്ഷീണവും മുട്ടുവേദനയൊക്കെ ഉണ്ട്. അതാണ് അവരുടെ കംപ്ലൈൻറ്റ് പറഞ്ഞത്. ഞാൻ അവരുടെ ഡയറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വീട്ടിൽ സാധാരണ നമ്മളൊരു ട്രഡീഷണൽ ഇന്ത്യൻ ഡയറ്റ് കഴിക്കുന്ന പോലെ കൂടുതലായിട്ട് ചോറും കുറച്ച് പച്ചക്കറികളും കുറച്ച് പ്രോട്ടീനുള്ള മീനും മുട്ടയൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ കൂടുതലായിട്ടും അവരുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം അടങ്ങിയ ആഹാരമായിരുന്നു. എക്സസൈസ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞതുപോലെ നാട്ടിൻപുറത്തുകാരി ആയതുകൊണ്ട് തന്നെ എക്സസൈസ് അല്ല, വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യാറുണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ഇപ്പോൾ 60 വയസ്സെത്തിയപ്പോൾ, മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എത്തിയപ്പോൾ അവരുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലക്കുറവും പേശികളുടെ വീക്ക്നെസ്സും കൊണ്ട് അവർക്ക് ഈ ബുദ്ധിമുട്ടുകളും വേദനകളും ഉള്ളത്. അതേസമയം മറ്റേ സ്ത്രീ, നഗരത്തിലെ സ്ത്രീ ആണെങ്കിൽ അവരും ഈ പറഞ്ഞ അതേ 60 വയസ്സ് 61 വയസ്സ് പ്രായമുള്ളവരും അതുപോലെ ആർത്തവ വിരാമത്തെ മെനോപോസ് ഏജിലുമാണ്. പക്ഷെ ഈ നഗരത്തിലെ സ്ത്രീയുടെ കാര്യം നോക്കിയാൽ അവർക്ക് ഈ നമ്മുടെ ഇപ്പോൾ മോഡേൺ സൊസൈറ്റിയിൽ കാണുന്ന പോലെ തന്നെ വീട്ടിലത്തെ പണി ചെയ്യാനൊക്കെ മെയ്ഡുണ്ട്. അപ്പം വലുതായിട്ടൊന്നും വീട്ടുപണികൾ ചെയ്യുന്നില്ല. പക്ഷേ ആഹാരത്തിൽ ഒരുപാട് കെയർഫുൾ ആണ്. എന്ന് വെച്ചാൽ കുറച്ച് സൗന്ദര്യത്തിലും കൂടെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആഹാരം വളരെ കുറച്ച് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ചോറാണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാം വളരെ കുറച്ച്. കാരണം കൂടുതൽ കഴിച്ചാൽ തടി വെക്കുമോ എന്നുള്ളൊരു പേടിയിൽ വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന ഒരാളായിരുന്നു. അതായത് ശരീരപ്രകൃതി എപ്പോഴും മെലിഞ്ഞിരിക്കാനും സുന്ദരിയായിരിക്കാനും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതേപോലെ തന്നെ എക്സസൈസ് ആണെങ്കിലും റെഗുലറായിട്ട് ഓട്ടവും നടത്തവും ഒക്കെ റെഗുലറായിട്ട് വളരെയധികം ഇൻറ്റൻസ് ആയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ 60 വയസ്സിൽ രണ്ടുപേരും എത്തിയിരിക്കുമ്പോൾ മെനോപോസിൻ്റെ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും പ്രശ്നം എന്ന് പറയുന്നത് മുട്ടുവേദനയും ശരീരത്തിൻ്റെ ക്ഷീണവും പൊതുവെയുള്ള ഒരു വീക്ക്നെസ്സുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, അതായത് എക്സസൈസ്, ആദ്യത്തെ ആൾക്ക് തീരെ എക്സസൈസ് ഇല്ല, പക്ഷേ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നു. ഇതുപോലെ തന്നെ പലരും പറയാറുണ്ട്, എക്സസൈസിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ എല്ലാ ജോലികളും വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ വീട്ടുജോലികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ്, പ്രത്യേകിച്ച് മസിലിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മസിൽ നല്ല പേശികളുടെ ബലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു എക്സസൈസിൻ്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ ആഹാരത്തിലും അമിതമായി അന്നജം കഴിക്കാതെ അന്നജം മിതമായി കഴിക്കാനും അതിനോടൊപ്പം തന്നെ പ്രോട്ടീനും പച്ചക്കറികളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സമീകൃത ആഹാരം ശ്രദ്ധിക്കാത്തതാണ് ആദ്യത്തെ ആളുടെ പ്രശ്നം. എന്നാൽ രണ്ടാമത്തെ ആളുടെയോ സൗന്ദര്യത്തിൻ്റെ പേരിൽ അവർ അവരുടെ ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കഴിച്ചില്ല. അതായിരുന്നു രണ്ടാമത്തെ ആളുടെ തെറ്റ്. എക്സസൈസ് ചെയ്തിരുന്നു, പക്ഷെ കൂടുതലും ഈ എയ്റോബിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കാർഡിയോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ്, കൊഴുപ്പ് കൂടാതിരിക്കാനും മെലിഞ്ഞിരിക്കാനും സഹായിക്കുന്നു. പക്ഷേ ഒരു ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് അത് മാത്രമല്ല വേണ്ടത്, നമ്മുടെ ബോൺസിന് സ്ട്രെങ്ത് വേണം, അതുപോലെ നമ്മുടെ പേശികൾക്കും സ്ട്രെങ്ത് വേണം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാത്തതായിരുന്നു രണ്ടാമത്തെ ആളുടെ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു സ്ത്രീ നമ്മുടെ പ്രൊഡക്റ്റീവ് ഏജിൽ അല്ലെങ്കിൽ ഒരു 30-35 വയസ്സ് മുതൽ തന്നെ ആഹാരത്തിൽ ശ്രദ്ധിക്കുകയും ആവശ്യത്തിനുള്ള എക്സസൈസ്, അത് സ്ട്രെങ്ത് ട്രെയിനിങ്, നമ്മുടെ മസിൽസിനും അതുപോലെ ജോയിൻസിനും ഒക്കെ സ്ട്രെങ്ത് കൊടുക്കുന്ന സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ യോഗ അഭ്യസിക്കാം, അല്ലെങ്കിൽ ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നതാവാം. അതിനോടൊപ്പം കാർഡിയോ എക്സസൈസ്, നടത്തം, നീന്തൽ അല്ലെങ്കിൽ എറോബിക്സ് പരിശീലിക്കുക. ഇതുപോലെ ഇതിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു എക്സസൈസും ചെയ്യണം. അതുപോലെ സമീകൃത ആഹാരവും ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയ ഒരു മോറൽ എന്ന് പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ എം ഉമ കല്യാണി, രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ, SRK ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്.